നജീബിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നജീബ് പറഞ്ഞു ഞാൻ ആടിനെ മേയ്ക്കുന്ന ജോലിയായിരുന്നു. ബെന്യാമിൻ ആദ്യം ഇങ്ങനെ ഒഴിഞ്ഞു മാറി സംസാരിച്ച് നിർബന്ധിച്ചു. അങ്ങനെയാണ് ബെന്യാമിൻ നജീബിനെ കാണുന്നത്. ഞാൻ ഇന്നലെ ഹക്കീമിനെ കൊന്നു എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഹക്കീമില്ലേ, നജീബിൻ്റെ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ മരണമായിരുന്നു ഇന്നലെ എഴുതിയിരുന്നത്. ഉറങ്ങാൻ കഴിഞ്ഞില്ല സുനിലെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ താണ്ടിയ നാൾ വഴികൾ ഇങ്ങനെ ഓരോന്നായിട്ട് വളരെ നിർവികാരമായി പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തറച്ചുകൊണ്ടിരിക്കുക ഒരു മനുഷ്യൻ അനുഭവിച്ച ഒരു വേദന. ഒരു പച്ച മനുഷ്യൻ ഇങ്ങനെ ഇത്രയും കാലം ഈ ദുരിതം താണ്ടി ജീവിച്ചുവെന്ന് 2-3 ദിവസത്തേക്ക് എൻ്റെ ഒരു ഉറക്കം തന്നെ നഷ്ടപ്പെട്ടു. ഞാൻ എഴുതിയാൽ മാക്സിമം ഒരു ആർട്ടിക്കിളായി പോകും, അതിനപ്പുറത്തേക്ക് അതിനൊരു ഡെപ്ത് ഉണ്ടാവത്തില്ല. പക്ഷേ ഇത് ഒരു ഭയങ്കരമായ ഒരു റേഞ്ചുള്ള സാധനമാണെന്നും ഇത് ജനങ്ങൾ അറിയേണ്ടതായിട്ടുള്ളതാണെന്നും എനിക്ക് അന്നേ തോന്നി. ഞാൻ ബെന്നിയെ ഇങ്ങനെ പരിചയപ്പെടുത്തി. നജീബ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, ഇങ്ങനെ ഒരു പൂർവ്വകാല ജീവിതമുണ്ട്, അതൊന്ന് അറിയണം. നജീബ് അനുഭവിച്ച ജീവിത യാഥാർത്ഥ്യങ്ങൾ ബെന്യാമിൻ പകർത്തിയെഴുതുമ്പോഴാണ് ആടുജീവിതം പിറക്കുന്നത്. എന്നാൽ ബെന്യാമിനും നജീബിനും ഇടയിൽ ഒരു കണ്ണിയുണ്ട്, സുനിലേട്ടൻ. അദ്ദേഹമാണ് ആദ്യമായി നജീബിനെ കേൾക്കുന്നതും ഇങ്ങനെ ഒരു കഥ എഴുതണമെന്ന് തന്റെ സുഹൃത്തായ ബെന്യാമിനോട് പറയുന്നതും. സുനിലേട്ട, എങ്ങനെയാണ് നജീബിനെ പരിചയപ്പെടുന്നത്? ആ കഥ എങ്ങനെയാണ് ബെന്യാമിനിലേക്ക് എത്തുന്നതും പിന്നീട് അത് ആടുജീവിതമാകുന്നതും ഒക്കെ? നജീബിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് ഹുസൈൻ സൽമാനിയ സ്റ്റുഡിയോയിൽ വെച്ചാണ്. ഹുസൈൻ്റെ സഹോദരി ഭർത്താവാണ് നജീബ്. അങ്ങനെയാണ് യാദൃശ്ചികമായി നജീബിനെ ഞാൻ സ്റ്റുഡിയോ വെച്ച് കണ്ടുകൊടുത്തത്. അപ്പം ഹുസൈൻ അളിയനാണെന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി. സഹോദരിയുടെ ഭർത്താവാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. ജോലിയുടെ കാര്യം ആവശ്യപ്പെട്ടു. സ്വാഭാവികമായിട്ടും ഞാൻ നജീബിനോട് ചോദിക്കുമല്ലോ, നജീബ് എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്, എന്തൊക്കെ ജോലി അറിയാം എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പം നജീബ് പറഞ്ഞു ഞാൻ എന്ത് ജോലി ചെയ്യാം. കാര്യം ഗൾഫിൽ വരുന്ന ഏതൊരു മലയാളിയും പറയുന്നത് എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ടാണല്ലോ വരുന്നത്. അങ്ങനെ പറഞ്ഞ് എന്ത് ജോലിയും ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ ആ പരിചയപ്പെട്ട ആദ്യത്തെ ദിവസം പിരിഞ്ഞു. പിന്നെ ഞാൻ ഇടയ്ക്ക് വെള്ളിയാഴ്ചയല്ലേ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റുള്ളൂ. എല്ലാ വെള്ളിയാഴ്ചകളിലും ചെല്ലുമ്പോഴും നജീബ് ഇങ്ങനെ അടുത്തടുത്ത് വരും, ഇത് ഒരേ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കും. ആയിരിക്കലാണ് ആ അടുത്ത സമയത്ത് എൻ്റെ അടുക്കെ നേവിയിൽ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഈ റീസൈക്ലിംഗ് സപ്പോർട്ടിന് ഒരാളെ ആവശ്യമുണ്ടായിരുന്നു. നജീബിനെ ഞാൻ ആ സ്ഥലത്തേക്ക് റീപ്ലേസ് ചെയ്യാമെന്നുള്ളൊരു തോട്ടിൽ ഞാൻ നജീബിനോട് ചോദിച്ചു, എൻ്റെ അടുക്കൊരു ജോലിയുണ്ട്, പക്ഷേ ഇച്ചിരി കഷ്ടപ്പാടൊക്കെയാണ്, നജീബിന് ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴാണ് നജീബ് പറഞ്ഞത്, എനിക്ക് ഏത് ജോലിയും ചെയ്യാൻ പറ്റും. ഞാൻ ഇതുവരെ ഞാൻ ചെയ്ത ജോലിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തായാലും നല്ല ജോലിയായിരിക്കും. ഞാൻ ഇതിനെക്കാട്ടി വലിയ കഷ്ടപ്പെട്ട ജോലിയൊക്കെ നജീബ് ചെയ്തിട്ടുണ്ടോ? പറഞ്ഞ് ഞാൻ ചെയ്ത ജോലിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് അവിടെ അങ്ങ് നിർത്തി. അങ്ങനെ ആ ജോലിയുടെ ഇടയിൽ ഇദ്ദേഹം ഒരു ദിവസം എൻ്റെ ഓഫീസിൽ വന്നു. എൻ്റെ ഇടയ്ക്ക് വന്നപ്പോഴാണ് ഈ ഒരു ചൂടും പുള്ളിയുടെ വേർപ്പും ആ കണ്ടീഷനും ഒക്കെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, വേറെ നമുക്ക് ജോലി വല്ല ഹൗസ് ബോയ്, ഓഫീസ് ബോയ് അങ്ങനെയൊക്കെയുള്ള ജോലികൾ, ഹൗസ് ഡ്രൈവ് അങ്ങനെ വല്ല നോക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വേറെ ജോലി നോക്കട്ടെ നജീബെന്ന് ചോദിച്ചു. കഷ്ടപ്പാടല്ലേ എന്ന് ചോദിച്ചപ്പം അന്നേരം പറഞ്ഞു, ഇതെന്ത് കഷ്ടപ്പാട്, ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടിനെ അപേക്ഷിച്ച് നോക്കുമ്പം ഇതൊരു കഷ്ടപ്പാടേ അല്ല, ഇത് നല്ല സുഖമുള്ള ജോലിയാണ്. അന്നേരമാണ് ഞാൻ എന്താണ് മുമ്പേ ചെയ്തിരുന്ന ജോലിയെക്കുറിച്ച് തിരക്കുന്നത്. അദ്ദേഹം നജീബ് പറഞ്ഞു ഞാൻ ആടിനെ മേയ്ക്കുന്ന ജോലിയായിരുന്നു. നമ്മുടെ നാട്ടിൽ കാട്ടിലൊക്കെ ആണല്ലോ ആടിനെ മേയ്ക്കാൻ പോകുന്നത്, നല്ല പച്ചപ്പുള്ള സ്ഥലത്താണല്ലോ ആടിനെ മേയ്ക്കുന്നത്. ഇത് മരുഭൂമിയിലെ ആടിനെ മേയ്ക്കുന്നതിനെ കുറിച്ചൊരു അറിയാനുള്ളൊരു കൗതുകം നമ്മുടെ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ താണ്ടിയ നാൾ വഴികൾ ഇങ്ങനെ ഓരോന്നായിട്ട് വളരെ നിർവികാരമായി പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തറച്ചുകൊണ്ടിരിക്കുക ഒരു മനുഷ്യൻ അനുഭവിച്ച ഒരു വേദന, തീഷ്ണത. ആ ജീവിതാനുഭവങ്ങൾ പറയുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തളർന്നു പോകുമല്ലോ. ഒരു പച്ച മനുഷ്യൻ ഇങ്ങനെ ഇത്രയും കാലം ഈ ദുരിതം താണ്ടി ജീവിച്ചുവെന്ന് അത് ഭയങ്കരമായിട്ട്. അപ്പോൾ 2-3 ദിവസത്തേക്ക് എൻ്റെ ഒരു ഉറക്കം തന്നെ നഷ്ടപ്പെട്ടു. കാര്യം നമുക്ക് എഴുതാനുള്ള ഒരു ഇതുണ്ടെങ്കിലും നമുക്ക് ചിലപ്പം കൈവറച്ചു പോകും. ചില കാര്യങ്ങളെ നമുക്ക് എഴുതാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ എഴുതിയാൽ മാക്സിമം ഒരു ആർട്ടിക്കിളായി പോകും, അതിനപ്പുറത്തേക്ക് അതിനൊരു ഡെപ്ത് ഉണ്ടാവത്തില്ല. പക്ഷേ ഇത് ഒരു ഭയങ്കരമായ ഒരു റേഞ്ചുള്ള സാധനമാണെന്നും ഇത് ജനങ്ങൾ അറിയേണ്ടതായിട്ടുള്ളതാണെന്നും എനിക്ക് അന്നേ തോന്നി.
അപ്പം ബെന്നി നമ്മുടെ സുഹൃത്താണ്. ബെന്നി നേവിക്കകത്ത് തന്നെ വർക്ക് ചെയ്യുന്നു. ബെന്നി നേവിയുടെ തന്നെ ഒരു കോൺട്രാക്റ്റിൽ AC മെയിൻ്റനൻസിൽ വർക്ക് ചെയ്യുന്നു. അപ്പം ഡേ ടു ഡേ ലൈഫിൽ ഓഫീസിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ബെന്യാമിനെ ഞാൻ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അപ്പം അദ്ദേഹം എഴുതുന്ന ചെറിയ പുസ്തകങ്ങളൊക്കെ ആ സമയത്ത് കഥയൊക്കെ എഴുതുമായിരുന്നു. യുത്തനീസ, അഭിഷകൻ, അടിസബാബ എന്ന് പറഞ്ഞൊരു കഥയൊക്കെ എഴുതിയത് നല്ലൊരു കഥയായിരുന്നു. അപ്പം ഞാനിതൊക്കെ വായിച്ചിട്ടുള്ളത് കൊണ്ട് ഇദ്ദേഹത്തിന് ഇത് ചിലപ്പം എഴുതാൻ പറ്റും എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. ഞാൻ ബെന്നിയെ ഇങ്ങനെ പരിചയപ്പെടുത്തി. നജീബ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരു പൂർവ്വകാല ജീവിതമുണ്ട്, അതൊന്ന് അറിയണം. ബെന്യാമിൻ ആദ്യം ഇങ്ങനെ ഒഴിഞ്ഞു മാറി. കാര്യം പ്രവാസ ലോകത്തെ കഥകൾ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എപ്പോഴും ഒരു എഴുത്തുകാരനെടുക്കൽ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് ആൾ വന്നു കൂടുമല്ലോ. അപ്പം ബെന്യാമിൻ ആദ്യം ഒഴിഞ്ഞു. പിന്നെ ഞാൻ 2-3 തവണ പുള്ളിയെ കണ്ട് സംസാരിച്ച് നിർബന്ധിച്ചു. ഞാൻ പറഞ്ഞു, നജീബിനെ ഒന്ന് പോയി കാണും, സംസാരിക്കുക, അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുക, അപ്പം അതിൻ്റെ ഒരു ആഴം താങ്കൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞ് ബെന്യാമിൻ. അങ്ങനെയാണ് ബെന്യാമിൻ നജീബിനെ കാണുന്നത്. പിന്നീട് നജീബിൻ്റെ പുറകെ നജീബ് ഈ കളക്ഷന് പോകുന്ന സമയത്തെല്ലാം ബെന്യാമിൻ നോട്ട് വായിച്ചെന്നിട്ട് പേപ്പറിൽ അത് കുറിച്ചെടുക്കും കുറച്ച്. അങ്ങനെ ദൈനംദിനം അദ്ദേഹം നജീബുമായി ബന്ധപ്പെടുകയും എഴുതുക, കുറിച്ചെടുക്കുകയും പിന്നെ റെഫറൻസിന് വേണ്ടി വീണ്ടും ചോദിക്കുകയും ഒക്കെ. അങ്ങനെയാണ് ഒരു 2 വർഷം 1.5 വർഷത്തോളം അത് നോവലിന് വേണ്ടി പുള്ളി റിസർച്ച് ചെയ്തു. ഒരുപാട് ബുക്കുകൾ പുള്ളി റെഫർ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഞാനും നജീബും ബെന്യാമിനും തമ്മിൽ കാണുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ ബെന്യാമിൻ്റെ മുഖമൊക്കെ ഉറക്കം നഷ്ടപ്പെട്ടേ ഒരു വല്ലാതെ ഇരിക്കുന്നു. അപ്പോൾ അയാൾ ഉറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, പിന്നെ ഉറങ്ങിയില്ലേ, എന്തോ മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ്. അന്നേരം പറയുന്നത്, ഞാൻ ഇന്നലെ ഹക്കീമിനെ കൊന്നു എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. നമുക്കറിയത്തില്ലല്ലോ ഈ ക്യാരക്ടറിലേക്കാണ് ഇയാൾ ഇത്രയും കണ്ട് ക്യാരക്ടറിലേക്ക് ഇറങ്ങിച്ചെന്നു എന്നുള്ളത് അന്നാണ് മനസ്സിലായത്. ഹക്കീമില്ലേ, നജീബിൻ്റെ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ മരണമായിരുന്നു ഇന്നലെ എഴുതിയിരുന്നത്, ഉറങ്ങാൻ കഴിഞ്ഞില്ല സുനിലെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് മനസ്സിലാക്കി, ഇദ്ദേഹം ഈ നോവലിനോടൊപ്പം ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്, ഈ ക്യാരക്ടറിനെ അത്ര കണ്ട് ഉൾക്കൊണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷം ഈ ബെന്നി അനുഭവിച്ച അതേ അവസ്ഥ ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്കുണ്ടായി. കാര്യം നജീബ് എൻ്റെ കൂടെ നടക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അയാളുടെ എല്ലാ ബലഹീനതകളും അറിയാവുന്ന ഒരാളാണ്. അയാൾക്ക് ഏതറ്റം വരെ സ്ട്രെങ്ത് ഉണ്ടെന്ന് അറിയാവുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ഈ മനുഷ്യൻ മരുഭൂമിയിൽ കൂടെ ഓടുമ്പം ഞാൻ കൂടെ ഓടിയിട്ടുണ്ട്. കാര്യം വായിക്കുമ്പം നമുക്കുണ്ടാ നജീബിന് ദാഹിക്കുമ്പം എനിക്ക് ദാഹിക്കും, ഞാൻ പോയി വെള്ളം കുടിക്കും. അങ്ങനെയാണ് എൻ്റെ ഈ വായന അനുഭവം ഭയങ്കര തീക്ഷ്ണമായിരുന്നു. കാര്യം ഇത് ആഴത്തിൽ എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി. കാര്യം ഈ കഥാപാത്രങ്ങളും കഥയും അതുകൊണ്ട് തന്നെ ആ വായനാനുഭവം ഭയങ്കര എനിക്ക് ഓർക്കാൻ. എൻ്റെ വൈഫും അതുപോലെ തന്നെ 2 ദിവസം എടുത്തൊക്കെ വായിക്കുന്ന പുസ്തകം ഒറ്റ ഇരിപ്പിന് വായിക്കുകയും വല്ലാതെ ഇമോഷണലായി സംസാരിക്കുകയൊക്കെ ചെയ്തു. കാരണം ഈ നജീബിനെ നമ്മുടെ വീട്ടിലെ ഒരു അംഗമാണല്ലോ, നജീബിനെ ദിവസം കാണുന്നതാണല്ലോ. അപ്പം അതുകൊണ്ട് വളരെ ഇമോഷണലായിട്ട് എൻ്റെ വൈഫ് പോലും സംസാരിച്ചു നജീബിൻ്റെ ഈ അനുഭവങ്ങളെക്കുറിച്ച്.